നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് ഒരു കമ്പനിയുടെ നമ്മളിവിടെ ഒരു വെണ്ടറുടെ സപ്ലയറുടെ പേയ്മെൻറ്റ് നടത്തുകയാണ്. നമ്മൾ സപ്ലയറുടെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ സപ്ലയർക്ക് ഒന്നിലധികം ഇൻവോയ്സ് ഉണ്ടാവും. ഒരു ചെക്കായിരിക്കും നമുക്ക് 2 ഇൻവോയ്സും കൂടി കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളുടെ മാനേജർ, ചെക്ക് സൈൻ ചെയ്യുന്ന മാനേജർ, ആ മാനേജർക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെക്കിൻ്റെ കൂടെ ആവശ്യം വരും. അതായത് ഏതൊക്കെ ഇൻവോയ്സസ് ചേർന്നിട്ടാണ് ഈ എമൗണ്ട്, ചെക്കിൽ പറയുന്ന എമൗണ്ട് എത്തിയിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ നമുക്ക് ഓഡൂവിൽ നിന്ന് പ്രിൻ്റ് എടുക്കാൻ നോക്കാം. ആദ്യമായിട്ട് നോക്കേണ്ടത് ബാച്ച് പേയ്മെൻറ്റ് എനേബിൾ ആക്കുക. നമ്മൾ ഓഡൂവിൻ്റെ അക്കൗണ്ടിങ് ഓപ്പൺ ആക്കുക, കോൺഫിഗറേഷനിൽ പോയി സെറ്റിങ്സ് എടുക്കുക. ശേഷം ബാച്ച് പേയ്മെൻറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ച് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സേവ് അടിക്കും. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് പോകുന്നു. വെണ്ടറിലേക്ക് പോകുന്നു, ബിൽസ് എടുക്കുന്നു. നമുക്കിപ്പം അസൂർ ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഈ 2 ബില്ലാണ് നമ്മൾ പേ ചെയ്യാൻ പോകുന്നത്. ഈ 2 ബില്ല് പേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ രജിസ്റ്റർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യും. ബാങ്ക് സെലക്ട് ചെയ്തു. മാനുവലാണ്, ഞാനിവിടെ ചെക്ക് പ്രിൻ്റ് ചെയ്തെല്ലാം എടുക്കുന്നത്, മാനുവലാണ് എടുക്കുന്നത്. ഓക്കെ, ക്രിയേറ്റ് പേയ്മെൻറ്റ്സ്, അത് രജിസ്റ്റർ പേയ്മെൻറ്റ് ചെയ്തു. ഇനി ട്രയൽ ബാലൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട്സ് പേയബിൾ നിന്ന് അത്രയും കണ്ട് ഡെബിറ്റായി, അതായത് കുറഞ്ഞു. അതേസമയം ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സിൽ ബാങ്കിൽ നിന്ന് കട്ടായി പോയിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റിലാണുള്ളത്. നമ്മൾ റിക്കൺസ് ചെയ്താൽ മാത്രമേ ഇത് ബാങ്കിൽ നിന്ന് പോകുള്ളൂ. ബാങ്കിൽ ഇപ്പം 12,444 രൂപ ഉണ്ട്, ശ്രദ്ധിക്കുക. 656 ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ 656 ബാങ്കിൽ നിന്ന് പോയിട്ടില്ല. അതേസമയം അക്കൗണ്ട്സ് പേയബിൾ നിന്ന് കട്ടായിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ ബാച്ച് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചെക്കിൻ്റെ കൂടെ വെക്കാനുള്ള വൗച്ചർ പ്രിൻറ്റിങ് അതെങ്ങനെ നോക്കാം. നമ്മൾ വെണ്ടറിൽ പോവാം, ബാച്ച് പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യാം, ന്യൂ ബാച്ച് പേയ്മെൻറ്റ്സ്, ഔട്ട് ബൗണ്ട് ബാങ്ക് ഇതാണ് സെലക്ട് ചെയ്യുക. പേയ്മെൻറ്റ് മെത്തേഡ് മാനുവൽ, ഡേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്, 1/1. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നേരത്തെ ഇനീഷ്യേറ്റ് ചെയ്ത് വെച്ച രജിസ്റ്റർ പേയ്മെൻറ്റ് അടിച്ചു വെച്ചാൽ 2 ഇൻവോയ്സസും അവിടെ കാണാനുണ്ട്. അത് 2 സെലക്ട് ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്യുന്നു. വാലിഡേറ്റ് ചെയ്ത ശേഷം ഈ പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കാം. ഇനി ആ വൗച്ചർ ഡൗൺലോഡ് ചെയ്ത വൗച്ചറിൽ കമ്പനിയുടെ പേരുണ്ട്, ബാച്ച് ഔട്ട്, ഇത് ബാങ്ക് റെഫറൻസ് അല്ല, ബാച്ച് നമ്പറാണ്. ഓക്കെ, 2 അസൂർ ഇൻറ്റീരിയറിൻ്റെ 2 ഇൻവോയ്സ് നമ്പർ ഉണ്ട്. ഏതൊക്കെയാണ് പേയ്മെൻറ്റ്, ടോട്ടൽ 586 എന്തെല്ലാം മനസ്സിലാവുന്നത്. ഇത് നമുക്ക് മാനുവലി കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, വിവരങ്ങൾ വരുത്തിക്കാൻ വേണ്ടിയിട്ടും താഴെ ചെക്ക് പ്രീപെയ്ഡ് വഴി, ചെക്ക് വെരിഫൈഡ് വഴി, ചെക്ക് സൈൻഡ് വഴി അല്ലെങ്കിൽ അപ്രൂവ്ഡ് വഴി ഒക്കെ നമ്മൾക്ക് മാനുവലി, അതായത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ റിപ്പോർട്ടിൽ. ഇത്രയും ചെയ്താലും നമ്മൾക്ക് ഫിനാൻസിനെ എവിടെയും എഫക്റ്റ് ചെയ്തിട്ടില്ല. ഫിനാൻസ് അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. ട്രയൽ ബാലൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സിലും അത് തന്നെയുള്ളത് ബാങ്ക് 12,484 ഇനി അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് മാനേജർക്ക് കൊടുത്തു, മാനേജർ ചെക്ക് സൈൻ ചെയ്തു, നമ്മൾ ഈ ചെക്ക് പാർട്ടിക്ക് ഇഷ്യൂ ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് റിക്കൺസിലേഷനിൽ പോയിട്ട് നമ്മൾ കൊടുത്ത ചെക്ക് ഏതാണെന്ന് വെച്ചാൽ ഏതൊക്കെ പേയ്മെൻറ്റിന് ഗസ്റ്റ് നമ്മൾ അസൂറിൻ്റെ 2 നമ്മൾ സെലക്ട് ചെയ്തതോടുകൂടി താഴത്തേക്ക് പോയാൽ 656 സെലക്ട് ചെയ്ത ഫീൽഡ് കാണിക്കും. നമുക്ക് നോക്കാം, ഇത് കളക്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാണിക്കാം. ഇതൊക്കെ സെലക്ട് ചെയ്ത് മാത്രമാണ് ഇവിടെ വാല്യൂ ഇടുന്നത്. ഇനി അത് റിക്കൺസിൽ അടിക്കുക. അത് ഏത് ബാങ്കിൽ നിന്നാണ് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്ത് ആ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്യും. ഇത് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് റിക്കൺസൈൽ ചെയ്തു. നമ്മളിത് റിക്കൺസൈൽ ചെയ്തതോടുകൂടി നമ്മൾ ട്രയൽ ബാലൻസിൽ പോയി കഴിഞ്ഞാൽ 12,000 സംതിങ് ഉണ്ടായിരുന്ന ബാങ്കിൽ നിന്ന് 600 ചില്ലറ കുറഞ്ഞു. അക്കൗണ്ട്സ് പേയബിൾ കുറഞ്ഞു തന്നെ. അതേസമയം ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ്സ് ക്ലിയർ ആയിപ്പോയി. ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെൻറ്റ് ഇപ്പോൾ ഒന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ ബാച്ച് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള വൗച്ചർ പ്രിൻറ്റിങ് ചെയ്യുന്നത്. അതോടൊപ്പം പേയ്മെൻറ്റ് റിക്കൺസിൽ ചെയ്യുന്ന മെത്തേഡ്.